നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 4 ഇലക്ഷൻ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചെറിയൊരു കാര്യം പറയണ്ടേ. അതായത് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾ ഒരു വാർത്ത കേൾക്കലുണ്ട്. മുസ്ലിം ഏകീകരണം, സഭ ഏകീകരണം, ഓർത്തഡോക്സ് ഏകീകരണം, യാക്കോബ ഏകീകരണം, നാടാർ ഏകീകരണം, ഹിന്ദു ഏകീകരണം, പിന്നെ തീയർ ഏകീകരണം, നായർ ഏകീകരണം. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുക, നാടാറുള്ള സ്ഥലത്ത് അവരുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ ശ്രമിക്കുക, നായറുള്ള സ്ഥലത്ത് അവർ ജയിക്കുക, തീയർ, പൊലയർ, മലയർ ഇവരിലുള്ള സമുദായം വെച്ചിട്ട് ഇവർ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ടാക്കുക ആദ്യം ഇന്ന സമുദായക്കാർ. അതായത് നിങ്ങൾക്ക് ഒരു നാട്ടിൽ ഒരു 60% കോൺഗ്രസ്സുകാരും 40% ബാക്കി പാർട്ടിക്കാരും വിചാരിക്കുക കോട്ട. അപ്പോൾ ആ കോട്ടകളിൽ ഒരു നായർ സ്ഥാനാർത്ഥി എതിര് മത്സരിക്കുന്നു, തീയർ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആയിട്ട് മത്സരിക്കുന്നെങ്കിൽ അവിടെ നായർ ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ ഇവരെ സ്വന്തം രാഷ്ട്രീയം മറച്ചു വെച്ചിട്ട് അവരെ സമുദായത്തിന് വോട്ട് ചെയ്യുന്നു. അതത്ര എങ്ങനെയുള്ള ആളായാലും അവർ ആദ്യമേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, നമ്മുടെ ആക്കാട് നമ്പ്യാർ, തീയർ, മുസ്ലിം, മറ്റേ സഭകൾ, നാടാർ, ഇതുപോലത്തെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായി. നമ്മളെ ആൾക്കാർ മത്സരിക്കുന്നുണ്ടേ. നമ്മൾ രാഷ്ട്രീയമൊന്നും നോക്കണ്ടേ, നമ്മളെല്ലാം കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അപ്പുറത്ത് നമ്മളെ നായറാണ് മത്സരിക്കുന്നത്, അല്ല നമ്മളൊരു മുസ്ലിം നമ്മളെ ആൾക്കാരാണ് മത്സരിക്കുന്നത്, ജയിപ്പിക്കണേ. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് പോയി. പൊളിറ്റിക്സ് ഒന്നുമില്ലേ. നാട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങളും നന്മകളും ഒരുപാട് വികസനങ്ങളും പിന്നെ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ആൾക്കാരോട്ട് ഇവിടെ അവർക്കൊന്നും വോട്ട് വേണ്ടേ? അവർക്കൊന്നും ഇവർ വോട്ട് കൊടുക്കാത്തത്? ഇങ്ങനെ ആലോചിക്കില്ല. സീതാരാമൻ ഒരു ജാതിയും മതങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ച് ഒന്നും പോയിട്ടില്ല, ഒന്നും ഇവിടെ പോവുകയില്ല. ഈ രാഷ്ട്രീയക്കാർക്ക് ഇതില്ലാണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു നാട്ടിൽ ഏറ്റവും നല്ല അടിപൊളി, ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കാണുന്ന ഒരു വ്യക്തിയാണ് മത്സരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി ആ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ജാതിക്കാരാണ് അത് മത്സരിക്കുന്നത്. ആടാ ഈ നന്മ ചെയ്ത് ഈ നാട്ടിന് വേണ്ടി ഉപകാരം ചെയ്യുന്ന വ്യക്തി ജയിക്കുന്നില്ല. അവിടെ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന സംഭവം നടക്കും നമ്മളറിയാണ്ട്. അതല്ല നിങ്ങൾ ഈ സോഷ്യൽ എൻജിനീയറിംഗ്, മുസ്ലിം ഏകീകരണം അല്ലെങ്കിൽ സഭ ഏകീകരണം എന്നെല്ലാം പറഞ്ഞല്ലേ, ഇതാ സംഭവം. അല്ലാണ്ട് പൊളിറ്റിക്കലി നിങ്ങൾക്ക് ഒരു ജനങ്ങളുടെ അടുത്ത് ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. നമ്മളാൾക്കാരോടത്ത് ജയിക്കും. അത് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകാത്തോളം കാലം ഈ മുതലെടുപ്പം വെച്ചിട്ട് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും നമ്മുടെ പിറകെ ഉണ്ടാവും. എല്ലാവരും ഓർത്താണ്. നിങ്ങൾ എഴുതി വെച്ചോ, മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്രാവശ്യം തൊടാൻ കഴിയില്ല ലീഗല്ലാണ്ട്. അങ്ങനെ തിരുവനന്തപുരം ഏത് ഭാഗത്തായാലും അവരുടെ ജാതിക്കാർ മാത്രം ജയിക്കും. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ല നന്മയുള്ളവർ, അത് ഏത് ജാതിക്കാരാണ് ഏത് മതമുള്ളവരും നാട്ടിന് ഉപകാരമുള്ളവർ ജയിക്കട്ടെ. രാഷ്ട്രീയം വേണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാഷ്ട്രീയവാദം അപകടമാണ്. ഇപ്പോഴത്തെ ജൻസി പിള്ളേർ പറയുന്നാലേ നമ്മൾ പണിയെടുത്താലും നമുക്ക് പണിയുള്ളൂ, അതെല്ലാം ജോലി എടുത്താലും നമുക്ക് കിട്ടും. അത് വേറെ വിഷയമാണ്. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അരാഷ്ട്രീയവാദമാണ്, അത് നാട്ടിനാപത്താണ്. ഇപ്പോൾ ഒരു 10 ഉറുപ്പ്യ കക്കുന്നുണ്ടെങ്കിൽ അരാഷ്ട്രീയവാദം എന്നാൽ കോടിക്കണക്കിന് പൈസ കക്കുക, ആരും എതിർക്കാവുന്ന ആളുണ്ടാവില്ല. ഈ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം നോക്കുമ്പോൾ നമ്മൾ നല്ല ആൾക്കാർക്ക് വോട്ട് ചെയ്യുക, അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് റിസൾട്ട് കാണാം. നിങ്ങൾ കണ്ടോ, നിങ്ങൾ എഴുതി വെച്ചോ.